വെൽക്കം ടു മൈ ചാനൽ കിഡ്സ് ഫൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം VC. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നോക്കിയാൽ നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം മൂവി റിലീസാവാൻ ഇനി 5 ദിവസമേ ഉള്ളൂ. ആൻഡ് വളരെ വലിയൊരു റെസ്പോൺസ് ആണ് ഇന്ത്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം മിക്ക സെന്റേഴ്സിലും ടിക്കറ്റ് ഒക്കെ സോൾഡ് ഔട്ട് ആവുന്ന ഒരു രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഇത്രയും വലിയൊരു സ്വീകാര്യത കിട്ടുന്നത് എൻ്റെ അറിവ് ആദ്യമായിട്ടാണെന്ന് പറയാം. കാരണം ഇത്രയും വലിയൊരു ഹൈപ്പ്, ഇത്രയും വലിയൊരു തിരക്കുണ്ടാവുന്ന ആദ്യമായിട്ടാണെന്ന് പറയാം. ആൻഡ് എത്ര പേര് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്നു എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ഇപ്പോൾ വന്നിരിക്കുന്നത് എൻഡ് ഗെയിം കാണുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടിരിക്കേണ്ട കുറച്ച് സിനിമകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ മാർവലിൽ നിന്ന് ഏകദേശം 21 മൂവീസ് എൻഡ് ഗെയിമിന് മുമ്പ് വന്നിട്ടുണ്ട്. ആൻഡ് ഇതെല്ലാം നിങ്ങൾ കാണേണ്ട മൂവീസും ആണ്. ആൻഡ് എന്തായാലും 5 ദിവസം കൊണ്ട് ഈ മൂവീസ് എല്ലാം കണ്ടെത്തിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് മേജറായിട്ട് നിങ്ങൾ എൻഡ് ഗെയിമിന് കാണുന്നതിന് മുമ്പ് കാണേണ്ട കുറച്ച് സിനിമകളാണ് പറയാൻ പോകുന്നത്. ആൻഡ് ഈ മൂവീസ് നിങ്ങൾ കണ്ടിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ മൂവി കുറച്ചും കൂടെ ഈസി ആയിട്ട് കാണാൻ കഴിയും. ഒരുപാട് ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ കാണാൻ കഴിയും. നമ്മളെ എൻഡ് ഗെയിം മൂവി കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരിക്കും. ഒരുപാട് പേര് എവിടെ നിന്ന് പുതിയ ആൾക്കാർ വരുന്നു എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഫോളോ ചെയ്യാത്തവരുണ്ടാവാം. അവർക്ക് ഈ വീഡിയോ നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ അത്യാവശ്യമായിട്ട് ഈ ഞാൻ പറയുന്ന ഈ മൂവീസ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻഡ് ഗെയിം മൂവി കുറച്ച് ഫ്രീ ആയിട്ട് കണ്ട് കാണാൻ കഴിയും. ഇല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ആൻഡ് അങ്ങനെയുള്ള മൂവീസാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം മൂവി കാണുന്നതിന് മുമ്പ് നിങ്ങൾ കാണേണ്ട ആദ്യത്തെ പടം എന്ന് പറയുന്നത് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ. എല്ലാവരും ഈ പടം കണ്ടു കാണും. കാണാത്തവരായിട്ട് ആരും കാണത്തില്ല. അഥവാ ഈ സിനിമ ആരും കണ്ടിട്ടില്ലെങ്കിൽ, അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എന്ന മൂവി ആരും കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് എൻഡ് ഗെയിമിന് പോവുക. ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലായി പോകും. ഈ പട്ടി ചന്തയ്ക്ക് പോയിട്ട് വരിക എന്ന് പറയും പോലെ ആയി പോകും നിങ്ങൾ എൻഡ് ഗെയിം കാണാൻ പോകുന്നത്. അതുകൊണ്ട് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ മൂവി നിങ്ങൾ അത്യാവശ്യമായിട്ടും കണ്ടിരിക്കുന്ന ഒരു പടമാണ്. എൻഡ് ഗെയിം കാണാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ കണ്ടിട്ട് പോവുക. കാരണം എന്താ പറയുക, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് എൻഡ് ഗെയിം. ഇൻഫിനിറ്റി വാറിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് എൻഡ് ഗെയിം. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മൂവി കാണുക. അങ്ങനെ ഒരുപാട് പ്രാധാന്യമുണ്ട് ആ മൂവിക്കകത്ത്. മേജറായിട്ട് വില്ലന് ഒരുപാട് പ്രാധാന്യം കൊടുത്താണ് ആ മൂവി ചെയ്തിരിക്കുക. താനോസ് എന്നൊരു വില്ലന് വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുത്ത സിനിമയും കൂടെയാണ്. അത്രയും ഹീറോസ് ഉണ്ടായിട്ട് പോലും തൻ്റെ എടുത്ത ആ ജോലി പൂർത്തിയാക്കിയ വില്ലൻ ഭയങ്കര പവർഫുൾ ആയിട്ടൊരു വില്ലനെ കാണിച്ചിട്ടുണ്ടാവും. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഹീറോസിനെക്കാളും താനോസ് എന്ന വില്ലൻ ഉണ്ടായിരിക്കും. ആൻഡ് ഒരുപാട് ഹിഡൻ സീക്രട്സും ഉണ്ടായിരുന്നു. നമ്മുടെ 6 ഇൻഫിനിറ്റി സ്റ്റോൺസിനെ പറ്റി ക്ലിയർ ആയിട്ട് നമ്മുടെ ഓങ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഇൻഫിനിറ്റി സ്റ്റോൺസ് എന്നൊക്കെ എന്താണ്, ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ആയത്, ഇതിന് ഓരോ സ്റ്റോൺസിനും എന്തൊക്കെയാണ് പവേഴ്സ് എന്നതിനെ കുറിച്ച് നമ്മുടെ ഓങ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. ആൻഡ് അതുപോലെ തന്നെ ഈ മൂവിക്കകത്ത് നമ്മൾ റെഡ് സ്കളിനെ നമുക്ക് തിരിച്ച് കാണാൻ കഴിയും. റെഡ് സ്കളിൽ എല്ലാവർക്കും അറിയാം, നമ്മളെ ക്യാപ്റ്റൻ അമേരിക്കയുടെ മൂവിക്കകത്ത് നമ്മളെ ഫസ്റ്റ് അവഞ്ചർ മൂവിക്കകത്ത് നമ്മൾ റെഡ് സ്കളിനെ കണ്ടിട്ടുണ്ടാവുക. അതിനുശേഷം നമ്മൾ റെഡ് സ്കളിൽ എവിടെയായിരുന്നു ഒരു പിടി നമുക്ക് ഉണ്ടാവത്തില്ല. ആൻഡ് അതിനുശേഷം ഈ മൂവിക്കകത്ത് നമ്മൾ റെഡ് സ്കളിനെ നമുക്ക് കാണാൻ കഴിയും. ആൻഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലടക്കിയ ഒരു സിനിമയാണ് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ. ആൻഡ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ കണ്ടതിന് ശേഷം നിങ്ങൾ എൻഡ് ഗെയിമിന് കാണാൻ പോവുക. ആൻഡ് നിങ്ങൾ അതിനുശേഷം കാണേണ്ട സിനിമ ഏതാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവഞ്ചേഴ്സ്. നമ്മുടെ ഫസ്റ്റ് ടീം അപ്പ് മൂവി, നമ്മുടെ സൂപ്പർ ഹീറോസ് എല്ലാം ഒന്നിക്കുന്ന മൂവിയാണ് അവഞ്ചേഴ്സ്. അത് നിങ്ങൾ ഒന്നുകൂടെ കണ്ടു നോക്കുക. കാരണം എൻഡ് ഗെയിം എന്നൊരു മൂവി ടൈം ട്രാവൽ ബേസ് ചെയ്യുന്നൊരു മൂവിയാണ്. 2-3 ലീക്ഡ് പിക്സിലൊക്കെ നമ്മുടെ അവഞ്ചേഴ്സ്, അത് ഫസ്റ്റ് അവഞ്ചേഴ്സ് നടന്ന ആ സമയത്തുള്ള ഒരുപാട് സെക്സ് പിക്സ് ഒക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ അവിടെ പോകുന്ന പോലുള്ള ഒരുപാട് ടൈം ട്രാവൽ വഴി അവിടെ പോകുന്ന പോലത്തെ ഒരുപാട് സെക്സ് പിക്സ് ഒക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ ലോക്കി ചിറ്റാരി ആർമിയെ കൊണ്ടുവന്ന് ന്യൂയോർക്ക് അറ്റാക്ക് ചെയ്യുന്ന അതേ സ്പോട്ടൊക്കെ റീഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻഡ് ഗെയിം മൂവിക്കകത്ത് തീർച്ചയായിട്ടും ആ ഇൻസിഡന്റ്, നമ്മളെ ചിറ്റാരി ആർമിയായിട്ടുള്ള ആ ഇൻസിഡന്റ് റീക്രിയേറ്റ് ആവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവഞ്ചേഴ്സ് ഒന്നും കൂടെ കണ്ടു നോക്കുക. എല്ലാവരും കണ്ട മൂവി തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും അവഞ്ചേഴ്സ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് 2012 സമയത്താണ് നമ്മൾ റിലീസാവുന്നത്. ഇപ്പോൾ ഒരുപാട് നമ്മൾ കാണാൻ കുറച്ചൊക്കെ നമ്മൾ വിട്ടുപോകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് റിവേഴ്സ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻഡ് ഗെയിം കാണാൻ നേരത്ത് കുറച്ചും കൂടെ ഒരു ത്രില്ല് തരും. കാരണം ആ പഴയ ഇൻസിഡൻ്റ് അത് എന്തെങ്കിലുമൊക്കെ മാറുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ടൈം ലൈൻ, നമ്മളെ എൻഡ് ഗെയിം മൂവിക്ക് ശേഷം ഒരുപാട് ടൈം ലൈൻ ഇറേഴ്സ് കാണാൻ സാധ്യത കൂടുതലാണ്. അതായത് നമ്മുടെ അയൺമാൻ തൊട്ട് ഇപ്പോൾ ഇറങ്ങിയ ക്യാപ്റ്റൻ മാർവൽ വരെയും ഒരേ ടൈം ലൈനിലാണ് സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ടൈം ഇറേഴ്സ് ഒന്നും കാണത്തില്ല. ഇപ്പം നമ്മളുടെ എൻഡ് ഗെയിം മൂവി റിലീസായതിനു ശേഷം ഒരുപാട് ഇറേഴ്സ് വരാൻ ചാൻസസ് കൂടുതലാണ്. അതായത് ടൈം ട്രാവൽ ബേസ് ചെയ്യുന്ന ഒരു മൂവി ആയതുകൊണ്ട് തന്നെ ഓരോ കഥകൾ മാറാൻ ചാൻസസ് കൂടുതലാണ്. ടൈം ലൈനിൽ ഒരുപാട് ഇറേഴ്സ് വരാൻ ചാൻസസ് ആണ്. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് അവഞ്ചേഴ്സ് മൂവി
ഫസ്റ്റ് സൂപ്പർ ഹീറോസ് എല്ലാം അസംബിൾ ആവുന്ന അവഞ്ചേഴ്സ് മൂവി ഒന്ന് കണ്ടിട്ട് എൻഡ് ഗെയിം കാണാൻ പോയാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താ പറയുക പഴയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതിനുശേഷം നിങ്ങൾ കാണേണ്ട മൂവി ആൻഡ്മാൻ ആൻഡ് ദി വാസ്പ്. ആൻഡ് ഈ മൂവി കാണാൻ പറയുന്ന കാര്യം നമ്മളെ ക്വാണ്ടം റിയലം ആൻഡ് ക്വാണ്ടം ഡ്രം നമ്മളുടെ എൻഡ് ഗെയിം മൂവിക്കകത്ത് മെയിനായിട്ട് ബേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്വാണ്ടം ഡ്രം അല്ലെങ്കിൽ ക്വാണ്ടം റിയലം എന്ന ആ ഒരു സ്പേസ് ആയിരിക്കും, ആ ഒരു സ്ഥലമായിരിക്കും. കാരണം നമ്മളെ അവഞ്ചേഴ്സ് ഇതുവഴിയാണ് ടൈം ട്രാവൽ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഒരുപാട് ന്യൂസസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാണ്ടം സൂട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് ട്രെയിലർ വഴി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ലീക്ക്ഡ് പിക്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്വാണ്ടം റിയലം അല്ലെങ്കിൽ ക്വാണ്ടം ഡ്രം എന്ന് പറയുന്ന ആ ഒരു ഒരുപാട് റോള് ഈ മൂവിക്കകത്ത് എൻഡ് ഗെയിം മൂവിക്കകത്ത് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്മാൻ ആൻഡ് ദി വാസ്പ് മൂവിക്കകത്ത് ഈ ക്വാണ്ടം റിയലം, ക്വാണ്ടം ഡ്രം, ക്വാണ്ടം എനർജിയെ കുറിച്ചൊക്കെ ഒരുപാട് വലിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഈ ക്വാണ്ടം റിയലിൻ്റെ അകത്ത് ടൈമും സ്പേസും ഇറവലവൻ്റ് ആണെന്നും അവിടെ ടൈമിനൊരു സാധ്യതയില്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ക്വാണ്ടം ഡ്രം ക്രിയേറ്റ് ചെയ്യുന്നത് വരെ നമ്മളുടെ വാസ്പ് മൂവി ആൻഡ്മാൻ ആൻഡ് ദി വാസ്പ് മൂവിക്കകത്തായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻഡ്മാൻ ആൻഡ് ദി വാസ്പ് മൂവി കണ്ടാൽ അറിയാൻ കഴിയും. അഥവാ നിങ്ങളിപ്പോൾ എൻഡ് ഗെയിം മൂവി കാണാൻ പോവുകയാണ്, അവിടെ പോയിട്ട് ക്വാണ്ടം ഡ്രം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ക്വാണ്ടം ഡ്രം പോയി ഇതിനു മുമ്പ് ഈ വാക്ക് കേട്ടിട്ടില്ലല്ലോ എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആൻഡ്മാൻ ആൻഡ് ദി വാസ്പ് മൂവി കണ്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും, ക്വാണ്ടം ഡ്രം അത് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അപ്പോൾ അത് കണക്റ്റ് ആവുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നിങ്ങൾ കാണാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ, ക്വാണ്ടം ഡ്രമോ ക്വാണ്ടം റിയലമോ ഇത് ഞാൻ കേട്ടിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആൻഡ്മാൻ ആൻഡ് ദി വാസ്പ് മൂവി കണ്ടിട്ട് എൻഡ് ഗെയിം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ചാൻസസ് കൂടുതലാണ്. ആൻഡ് അതിനുശേഷം നിങ്ങൾ കാണേണ്ട മൂവി ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി വോളിയം 1. ആൻഡ് ഒരുപാട് കാര്യങ്ങളുണ്ട്. മേജറായിട്ട് നമ്മുടെ പവർ സ്റ്റോണിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ്. അതുപോലെ നമ്മുടെ ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി ടീം അപ്പ് ആയത് എല്ലാം ഇവിടെ വെച്ചാണ്. നമ്മളെ സ്റ്റാർ ലോഡിനെ കുറിച്ചൊക്കെ വലിയൊരു എക്സ്പ്ലനേഷൻ മൂവി തരുന്നുണ്ട്. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞൊരു മൂവിയാണ്. നമ്മളെ പവർ സ്റ്റോൺ എവിടെയാണ് ഇരിക്കുന്നത്, അതുപോലെ നോവ കോപ്സ് പോലുള്ള ഒരുപാട് തിങ്സിനെ ഈ മൂവിക്കകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ഈ പവർ സ്റ്റോൺ എന്ന സ്റ്റോൺ എവിടെയാണ്, ആ ഒരു പ്ലാനറ്റിനെ കുറിച്ചൊക്കെ ഈ മൂവി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻഫിനിറ്റി വാർ മൂവിക്കകത്ത് നമ്മളെ താനോസ് ഫസ്റ്റ് ആയിട്ട് എടുത്ത സ്റ്റോൺ എന്ന് പറയുന്നത് പവർ സ്റ്റോൺ ആയിരിക്കും. നമ്മളെ തോറിന്റെ ഷിപ്പ് അറ്റാക്ക് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഗോൺലെറ്റിൽ പവർ സ്റ്റോൺ ഉണ്ടാവും, ഒരു സ്റ്റോൺ ഉണ്ടാവും. ആൻഡ് അതിനുശേഷമാണ് ലോക്കിയെ കൊല്ലുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ആ സ്റ്റോൺ എടുത്തത് എന്ന് കാണിക്കുന്നില്ല. അപ്പോൾ ഒരു ടൈം ട്രാവൽ ബേസ് ചെയ്യുന്ന മൂവി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി വോളിയം 1 നടന്ന കാലഘട്ടത്തിലേക്ക് പോകാൻ ചാൻസസ് കൂടുതലാണ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി വോളിയം 1 കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് പെട്ടെന്ന് നിങ്ങൾ എൻഡ് ഗെയിമിൻ്റെ അകത്ത് അവിടെ പോകാൻ നേരത്തെ കൺഫ്യൂഷൻ ആവാം. ആൻഡ് ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി എന്നൊരു ടീമിന് ഒരു ഫാൻ ബേസ് ഉണ്ട്, മിക്കവരും കണ്ടൊരു സിനിമയായിരിക്കും. ആൻഡ് നിങ്ങളൊന്ന് റിവേഴ്സ് ചെയ്ത് ഒന്നും കൂടെ കണ്ടു നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്ലൂസ് കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ പ്ലാനറ്റിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി വോളിയം 1 ഒന്ന് കണ്ടിട്ട് എൻഡ് ഗെയിമിന് പോയാൽ നന്നായിരിക്കും. അതിനുശേഷം നിങ്ങൾ കാണേണ്ട ഒരു മൂവി എന്ന് പറയുന്നത് സിവിൽ വാർ. ആൻഡ് സിവിൽ വാർ മൂവി നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സ്പൈഡർമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മൂവിയാണ്. സ്പൈഡർമാൻ ആദ്യമായിട്ട് മാർവൽ യൂണിവേഴ്സിനകത്ത് വരുമ്പോൾ ആദ്യമായിട്ട് വരുന്ന മൂവി സിവിൽ വാറിൻ്റെ അകത്താണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ഹീറോ 2 ടീമായിട്ട് പിരിഞ്ഞത് ഇവിടെയാണ്. ഒന്ന് നമ്മുടെ അയൺമാൻ്റെ ടീം, അത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ടീം. ഒന്ന് ക്യാപ്റ്റൻ അമേരിക്കയുടെ ടീം, സ്വയമായിട്ട് തീരുമാനം എടുക്കുന്ന ഒരു ടീം. 2 ടീമായിട്ട് പിരിഞ്ഞ ഒരു സിനിമയാണ്. ആൻഡ് ഒരുപാട് ഫേവറേറ്റ് മൂവിയും കൂടെ ആയിരിക്കും അത്. ആൻഡ് ആ മൂവിയെ ബേസ് ചെയ്ത് നമ്മളുടെ ക്യാപ്റ്റൻ അമേരിക്കയും അയൺമാനും നമ്മളുടെ സിവിൽ വാറിന് ശേഷം കണ്ടുമുട്ടുന്ന ഒരു സിനിമയും കൂടിയാണ് എൻഡ് ഗെയിം. സിവിൽ വാറിന് ശേഷം അവർ ഇതുവരെ കണ്ടുമുട്ടിയിട്ടേ ഇല്ല. എൻഡ് ഗെയിമിലാണ് അവർ കണ്ടുമുട്ടാൻ പോകുന്നത്. ഇൻഫിനിറ്റി വാറിൽ പോലും ഒരു നേരിട്ട് കണ്ടിട്ടേ ഇല്ല അവർ. അപ്പോൾ ആ മൂവി ഒന്ന് കണ്ടു നോക്കുക. കാരണം ഒരുപാട് കാര്യങ്ങൾ മൂവിക്കത് കിട്ടാറുണ്ട്. കാരണം ഇതുവരെ നമ്മുടെ സിവിൽ വാറിന് ശേഷം അവർ കണ്ടിട്ടേ ഇല്ല. മാക്സിമം അവഞ്ചേഴ്സ് പിരിഞ്ഞു നിന്ന ഒരു സമയമാണ്. 2 പേര് 2 പാത്രത്തിലായിരുന്നൊരു സമയമാണ് സിവിൽ വാർ. ആൻഡ് അതിനുശേഷം അതിലുള്ള എല്ലാ ഗാങ്സും കണ്ടുമുട്ടാൻ പോകുന്നത് എൻഡ് ഗെയിമിൽ കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിവിൽ വാർ മൂവി കണ്ടിട്ട് എൻഡ് ഗെയിമിന് പോയാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് അതിനുശേഷം നിങ്ങൾ കാണേണ്ട സിനിമ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ മാർവൽ. ആൻഡ് ഇപ്പോൾ എല്ലാം തിയേറ്ററിലൊക്കെ അവൈലബിൾ ആണത്. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി തന്നെ കാണാൻ കഴിയും ആ മൂവി. കാരണം നമ്മളെ ക്യാപ്റ്റൻ മാർവൽ എന്ന ക്യാരക്ടർ മാർവൽ യൂണിവേഴ്സിൽ ആദ്യമായിട്ടാണ് വരാൻ പോകുന്നത്. ഒരു ടീമപ്പ് മൂവിക്ക് അത് ആദ്യമായിട്ടാണ് ക്യാപ്റ്റൻ മാർവൽ എന്നൊരു കഥാപാത്രത്തിനെ കൊണ്ടുവരാൻ പോകുന്നത് എൻഡ് ഗെയിമിലൂടെ.
അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ക്യാപ്റ്റൻ മാർവൽ കാണാതെ നിങ്ങൾ മൂവി കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. ക്യാപ്റ്റൻ മാർവൽ ആണെന്ന് അറിയാം, പക്ഷെ അവരുടെ പവേഴ്സ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയത്തില്ല. അതായത് ക്യാപ്റ്റൻ മാർവൽ കാണാതെ നിങ്ങൾ ഇത് വന്ന് കാണുകയാണെങ്കിൽ അവർ ഭയങ്കര ഓവർ പവേർഡായിട്ട് നിങ്ങൾക്ക് തോന്നും. ആൻഡ് നമ്മളെ കെവിൻ ഫേജിനെ പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ കാണിച്ചതിൽ ഭയങ്കര ഓവർ പവേർഡ് ഒരു ക്യാരക്ടറാണ് ക്യാപ്റ്റൻ മാർവൽ എന്ന്. അപ്പോൾ ക്യാപ്റ്റൻ മാർവൽ മൂവി കണ്ടിട്ട് അവർക്ക് എങ്ങനെയാണ് പവർ കിട്ടിയത്, അവരെങ്ങനെയാണ് ഈ മൂവിക്കകത്ത് ഇങ്ങനെ വന്ന് കണക്റ്റ് ആയി എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ക്യാപ്റ്റൻ മാർവൽ മൂവി കണ്ടിട്ട് നിങ്ങൾ എൻഡ് ഗെയിം കാണുകയാണെങ്കിൽ ക്യാപ്റ്റൻ മാർവലിനെ കുറിച്ചൊരു ഐഡിയ കിട്ടാം. അല്ലാത്ത പക്ഷം നിങ്ങൾ പെട്ടെന്ന് പോയി എൻഡ് ഗെയിം ചെയ്ത ക്യാപ്റ്റൻ മാർവലിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്, ഇത്രയും സൂപ്പർ ഹീറോസ് നിൽക്കുമ്പം ഇന്നലെ വന്ന ക്യാപ്റ്റൻ മാർവൽ ഇത്രയും പവർ കാണിച്ചാൽ ചിലവർക്ക് വിശ്വസിക്കാൻ ഭയങ്കര പാടായിരിക്കും. ആൻഡ് അതുകൊണ്ട് ക്യാപ്റ്റൻ മാർവൽ മൂവി കണ്ടതിന് ശേഷം നിങ്ങളിത് കാണാൻ നേരത്ത് വലിയ കുഴപ്പമില്ലാത്ത പോലെ നമുക്കത് തോന്നത്തില്ല. കാരണം അവരത്രയും പവർഫുൾ ആയിട്ട് ക്യാപ്റ്റൻ മാർവൽ മൂവിക്ക് അത് കാണിച്ചിട്ടുണ്ടാവും. ഒരുപാടൊന്നും കാണിച്ചിട്ടില്ലെങ്കിൽ പോലും അവരുടെ പവേഴ്സ് എങ്ങനെ കിട്ടിയെന്നൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ക്യാപ്റ്റൻ മാർവൽ മൂവി കണ്ടിട്ട് എൻഡ് ഗെയിം കാണാൻ പോവുകയാണെങ്കിൽ ആ ക്യാരക്ടറിനെ, ക്യാപ്റ്റൻ മാർവൽ എന്ന ക്യാരക്ടറിനെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക്. ഈ പറഞ്ഞ മൂവീസ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻഡ് ഗെയിം, അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്നൊരു മൂവി വലിയ സംശയങ്ങളൊന്നും ഇല്ലാതെ കണ്ടു തീർക്കാൻ കഴിയും. വളരെ എൻജോയ് ചെയ്ത് കാണാൻ കഴിയും അവഞ്ചേഴ്സ് എൻഡ് ഗെയിം. ഞാൻ പറയുന്നില്ല ഇതൊരു പൂർണ്ണമായ മൂവീസാണെന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും മാർവലിൻ്റെ 21 മൂവീസും കണ്ടാൽ മാത്രമേ എൻഡ് ഗെയിമിനെ പറ്റി വലിയൊരു മനസ്സിലാവത്തുള്ളൂ. കാരണം ടൈം ട്രാവൽ ബേസ് ചെയ്യുന്നൊരു മൂവി ആയതുകൊണ്ട് എവിടെയൊക്കെ പോകും എങ്ങനെയൊക്കെ പോകും എന്ന് പറയാൻ കഴിയത്തില്ല. മൂവി ഇറങ്ങിയതിന് ശേഷം ക്ലിയർ ആയിട്ട് പറയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ മൂവീസ് നിങ്ങളൊന്ന് കാണുകയാണെങ്കിൽ ഒരുപാട് ഡൗട്ട് ഇല്ലാതെ എൻഡ് ഗെയിം മൂവി കാണാൻ കഴിയും. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ദിസ് വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.